ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ എനർജി ആണ് ആൻഡ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. സെവൻ ഓഫ് കപ്സ് ആണ്, നൈറ്റ് ഓഫ് കപ്സ് ആണ്, പേജ് ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് കടന്നു പോയിട്ടുണ്ടാകാം. എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തോറ്റുപോയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. വളരെയധികം തോൽവി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ അതിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിൽ ഫെയിലായി പോയി, ഇനി അത് ലൈഫിൽ നടക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം. മേ ബി അത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് എന്തിലോ ഒരു പെയിൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്, അത് അവസാനിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അവസാനം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഒരു പെർമനന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. അതൊരു ടെമ്പററി മാത്രമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഇപ്പം പ്രസന്റ്ലി നടക്കുന്നത് മാത്രമാണ്. ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങളൊരു ബന്ധത്തിൽ ഭയങ്കരമായിട്ടും കൂടുതലായിട്ട് എഫേർട്ട് എടുത്തു, പക്ഷെ നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു റിസൾട്ട് കിട്ടിയില്ല, നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഉത്തരം കിട്ടിയില്ല, അല്ലെങ്കിൽ അത് നിങ്ങളെ വിട്ടുപോയി. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനേ അല്ല. അത് ഇപ്പം നടന്നത് മാത്രമാണ്, അത് താൽക്കാലിക മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കരിയർ റിലേറ്റഡ് ആയിട്ടോ ജോലി സംബന്ധിച്ചോ നിങ്ങൾ കഷ്ടപ്പെട്ട് ഉയർത്തിയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുത്ത് നടന്ന് കുറേ ഇൻവെസ്റ്റ് ചെയ്ത്, നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ എക്സാമിന് പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ജോലി എടുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ എഫേർട്ട് ആയിരിക്കും. ഇതെല്ലാം ഒരു അർത്ഥമില്ലാതെ പോയതായിരിക്കാം മേ ബി നിങ്ങളുടെ റീസൺ എന്ന് പറയുന്നത്. അപ്പം അത് ആ ഒരു സമയത്ത് മാത്രം നടന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നിങ്ങൾ ചെയ്തതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്കുണ്ടാകും. ഇപ്പോഴത്തത് ജസ്റ്റ് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ മാത്രമായിട്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം കാരണം നിങ്ങൾക്ക് വളരെയധികം ഹെൽത്ത് ഇഷ്യൂ തോന്നുന്നുണ്ട്. മീൻസ് നിങ്ങൾ അതിനെ ഓവറായിട്ട് ചിന്തിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹെഡ് പെയിൻ വരുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്. അതായത് നിങ്ങൾ മെന്റലി ഉള്ള കാര്യം കൊണ്ട് നിങ്ങളുടെ ബോഡിക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു സ്റ്റാൻഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞു, പാസ്റ്റിൽ നടന്നത് അത് പാസ്റ്റിൽ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്കായിട്ട് സ്വയം ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഇതൊരു താൽക്കാലിക മാത്രമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയെടുക്കുക. നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ കൊടുത്തത് 100% ആണ്, അല്ലെങ്കിൽ വളരെ ജെനുവൻ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്കതിൽ ഉറപ്പായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാകും. കാരണം ഇതൊരു ടെസ്റ്റ് മാത്രമാണ്, യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ടെസ്റ്റ് മാത്രമാണ്. നിങ്ങൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളൊരു ടെസ്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് സ്ട്രോങ് ആയിട്ട് നിങ്ങളെ കയ്യിലേക്ക് തന്നെ എത്തിപ്പെടും. മനസ്സിലാക്കുക, അത് റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിൽ തന്നെ അത് സ്ട്രോങ് ആയി എത്തും. പക്ഷെ അതിനു മുൻപേ ഉള്ള ചില പരീക്ഷണങ്ങളാണ് ഈ കാണുന്നതെല്ലാം. 6 of Wands ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു വിക്ടറി ഉണ്ടാകും.
നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതോടെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടുകയുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്കൊരു പാഠമാണ്. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിലേക്ക് എടുക്കുക. ഓക്കെ, അതായത് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു സംഭവമല്ല. അത് നമ്മൾ മാനേജ് ചെയ്യാൻ, നമ്മൾ ഇമോഷണലി ബാലൻസ്ഡ് ആവുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സിറ്റുവേഷൻ വരുമ്പം തളർന്നു പോവാതെ അതിനെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും സ്ട്രെങ്ത് ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ഒരിക്കലും വെറുതെ വരുന്നൊരു സംഭവമല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം സെൽഫ് കോൺഫിഡൻസ് ആയി പോകും. അപ്പം അത് പല സക്സസ്സുകളിലേക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഗുഡ് ന്യൂസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ജോലിയിലൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇനിയിപ്പോൾ ജോലി സെറ്റ് ആവുന്നില്ല, ഇനിയിപ്പോൾ ജോലി ഉണ്ടെങ്കിലും അത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഓക്കെ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രമോഷൻ, അതായത് സ്റ്റെബിലിറ്റിക്കുള്ള ഒരു പ്രമോഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫൈവ് ഓഫ് കപ്സ് ആണ് ഇത്. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും വലിയ സംഭവമായിട്ട് നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. മീൻസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതുപോലെ നിങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ അത് നടക്കുന്ന ഒരു കാര്യമേ അല്ല. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആരെങ്കിലും ഒരു സ്പെസിഫിക് പേഴ്സണെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. പക്ഷെ ആ പേഴ്സൺ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളെ തിരിച്ചു ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു സ്നേഹം അവർ നിങ്ങൾക്ക് തന്നില്ല. മേ ബി ആ പേഴ്സണ് വേറെ ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എനർജി വേറൊരു ടൈപ്പ് ആയിരിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ വിചാരിക്കുന്നത് പോലെ ഒരു സ്നേഹം കിട്ടണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളിനെ നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ബേക്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്നേഹം തരുന്ന ആളുകൾ ഉണ്ടാകും. അവരോട് നിങ്ങൾക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, അപ്പം അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ നിങ്ങൾ തേടി പോവുക, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കൂടത്തുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ തിരിച്ച് സ്നേഹം കൊടുക്കുക. അല്ലാതെ നിങ്ങളെ ഒരു തരത്തിലും നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് തവണ ഓപ്പണായി പറഞ്ഞിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കത് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ എന്തായിട്ട് സങ്കടപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പുറകിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. അവിടെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും. ഓക്കെ, നെഗറ്റീവായിട്ട് നിങ്ങൾ പോവില്ല, പോസിറ്റീവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എനർജിയെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളുടെ വ്യക്തികൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക. അങ്ങനൊരു കാര്യത്തിന് ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, കാരണം വേണ്ടതാണെങ്കിൽ അവിടെ സ്റ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യത്തിന് സെൽഫ് ഫോർഗിവ്നെസ് ചെയ്യുക, സോറി ചോദിക്കുക. ഓരോ തെറ്റുകളും അല്ലെങ്കിൽ ഓരോ പോയിന്റിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും അത് തെറ്റാണെന്ന് മനസ്സിലായി അതിൽ നിന്ന് പിന്തിരിഞ്ഞോളുക. ഓക്കെ, തെറ്റെന്ന് പറയുന്നത് ഇപ്പം ഇതെനിക്ക് നല്ലതല്ല, ഓക്കെ ഫൈൻ, അതിൽ നിന്ന് തിരിഞ്ഞോളുക എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ 3 കാർഡ്സ് ഇവിടെ താഴെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡ്സ് നിങ്ങൾക്കുള്ള സക്സസ്സുകൾ പറഞ്ഞു തരുന്ന കാർഡ്സ് ആണ്. അത് ഞാൻ തുടക്കം പറഞ്ഞില്ല. ഓക്കെ, അപ്പം എനിക്കിതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് 7 ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഈ ഒരു കാർഡ് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കാണിച്ചു തരുന്നതാണ്. അതായത് ഇപ്പം നിങ്ങൾ ജോലിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരുപാട് നാളായി, ഒരുപാട് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്, കുറേ കാര്യങ്ങൾ കൊടുത്തു, ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ അവിടെ നിന്നൊരു ഇങ്ങോട്ടൊരു റിപ്ലൈ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കുകൾ ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് തന്നെ ഓപ്പർച്യൂണിറ്റീസുകൾ എത്തും. നിങ്ങൾ ആലോചിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന സക്സസ്സുകൾ അതും നിങ്ങളിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ്. ചോയ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ചോയ്സസ് ഒരുപാടുണ്ടാകും, സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാം. മറ്റുള്ളവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാതിരിക്കുക. നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ തോന്നുന്നത് ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇല്യൂഷൻ ആയിട്ട് വന്നേക്കാം. മീൻസ് നിങ്ങളുടെ ഒരു ഉള്ളിൽ തന്നെ ഒരു ഇന്നർ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടും. അതായത് ഇനി എന്താ നടക്കാൻ പോകുന്നത്,
അല്ലെങ്കിൽ ഇന്നത് നിങ്ങൾക്ക് വരുന്നുണ്ട്. മീൻസ് ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക, 1111 കാണുക, 333 കാണുക, ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ്. നിങ്ങളിപ്പം ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആവുന്ന സമയത്ത് നിങ്ങൾ 888 കാണുക. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഓരോ സക്സസിനും ഓരോ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക, വൈറ്റ് ബട്ടർഫ്ലൈനെ കാണുക, മഴവില്ല് കാണുക. ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് വരുന്ന സക്സസ് കാണിച്ചു തരുന്ന എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇല്യൂഷൻ തരികയാണ്. ഓക്കെ, നിങ്ങളൊരു ഡേ ഡ്രീമർ ആണെങ്കിൽ അതും നിങ്ങളുടെ സക്സസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഡേ ഡ്രീം ചെയ്യുക, അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് അതൊരു മാനിഫെസ്റ്റേഷൻ ആണ്. ഓക്കെ, ഡേ ഡ്രീം ചെയ്യുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ഡ്രീം എല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റ് ആവുന്ന കാര്യമാണ്. പക്ഷെ അതിനൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നാളെ ആഗ്രഹം മാറുകയാണെങ്കിൽ അത് ജെന്യൂൻ അല്ല. നമ്മൾക്ക് ആദ്യം മുതലേ ഒരു കാര്യത്തിനോട് നമുക്ക് താല്പര്യമുണ്ട്, അത് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്, തോറ്റു എന്നിട്ടും നമ്മൾ എഫേർട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ എഫേർട്ട് എടുത്തില്ല, പക്ഷെ നമ്മുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് അത് എന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. അത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്താണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കും എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് കാരണം സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഒരു ബ്യൂട്ടി ആ വ്യക്തിക്ക് മനസ്സിലാകും. നിങ്ങൾ എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ സൗന്ദര്യമായിരിക്കാം, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടുള്ള സൗന്ദര്യമായിരിക്കാം, നിങ്ങളുടെ സംസാരം കൊണ്ടുള്ള സൗന്ദര്യമായിരിക്കാം, എന്താണെങ്കിലും അതവർക്ക് മനസ്സിലാകും. ആൻഡ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഷൈനിങ് ഉണ്ടാകും, മീൻസ് ഒരു തിളക്കം ഉണ്ടാകും. നിങ്ങൾക്ക് എഗെയിൻ പ്രപ്പോസൽസ് വരും. ഇനിയിപ്പോൾ സിംഗിൾസ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആരുടെയെങ്കിലുമൊക്കെ പ്രപ്പോസൽസ്. നല്ല നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ല ആളുകൾ നിങ്ങളിലേക്ക് പ്രപ്പോസലുമായിട്ട് വരുന്നതാണ്. ഓക്കെ, സ്നേഹവുമായിട്ട് വരുന്നതാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കരമായിട്ടും ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ലൈഫിൽ തന്നെ വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരുപാട് ചാൻസസുകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കഴിവിനെ നിങ്ങൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ച് പുറത്തോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഫൈനലി പേജ് ഓഫ് പെൻഡക്കിൾ ആണ്. റിലേഷൻഷിപ്പിൽ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് ചെയ്തു, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വിളിക്കുന്നുള്ളൂ, മെസ്സേജുകളോ കോളുകളോ ഒന്നും ഓവർ ആയിട്ടില്ല, അതായത് ജസ്റ്റ് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ, അല്ലെങ്കിൽ ചെറിയൊരു കോണ്ടാക്റ്റ് ഒക്കെ ഉള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ പേഴ്സന്റെ ഭാഗത്ത് നിന്നിട്ടൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന്റെ റീസൺ കാണിക്കുന്നത് മാനിഫെസ്റ്റേഷൻ ആണ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനർത്ഥം. എല്ലാത്തിനും ഒരു ഫിനാൻഷ്യലി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സ്കിൽ എന്താണോ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പലതിലും തടസ്സം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ കാരണമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ കാരണമായിരിക്കും. ഓക്കെ, അതായത് സ്നേഹബന്ധങ്ങൾ കാരണം നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് ഡൗൺ ചെയ്തിരിക്കേണ്ടി വരും. അത് നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും, ലൈഫിലുള്ള എല്ലാ പ്രോസസ്സിനെയും ബ്ലോക്ക് ചെയ്യും. ജോലിനെ ബാധിക്കും, നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കും, നിങ്ങളുടെ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനെയും അത് ബാധിക്കും. അപ്പം നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ എന്താക്കുക, ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് സിമ്പിളായിട്ട് ലൈഫിനെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അംബീഷൻ എന്താണോ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഡിസയർ എന്താണോ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഗുഡ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ വരും. ഓക്കെ, അപ്പം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ റിസൾട്ട് കിട്ടുന്നില്ല, ഇപ്പം എത്ര ദിവസമായി ഞാൻ ചെയ്യുന്നത്, എനിക്കൊരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ അതിൽ ഡൗൺ ആവേണ്ട കാര്യമില്ല. കണ്ടിന്യൂ ചെയ്തോളുക. കാരണം നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി നല്ലതാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്താണ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എന്താണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ വരുന്നുള്ളതാണ്. നിങ്ങളുടെ ഗോൾസ് എന്താണോ അതിൽ സക്സസ് ഉണ്ടാകും. ഓക്കെ,
ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ യൂണിവേഴ്സ് മെസ്സേജ് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് യൂണിവേഴ്സ് മെസ്സേജ് ഒന്ന് നോക്കാം. എന്തെങ്കിലും ഒരു യൂണിവേഴ്സ് മെസ്സേജ്. വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് യാത്രയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്, ദൂരദേശത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് ജോലി സംബന്ധിച്ചായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണെ കാണാനായിക്കോട്ടെ, ഒരു മീറ്റപ്പിനായിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് അതിൽ സക്സസ് ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കിതിന് സാധിക്കും എന്നുള്ളത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അതൊരു കംപ്ലീറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഫുൾഫിൽമെന്റ് ഉണ്ടാകും. പക്ഷെ ആദ്യം നിങ്ങൾ അതിനെ ട്രസ്റ്റ് ചെയ്ത് കൂടെ നിർത്താൻ, എനിക്കിത് സാധിക്കില്ലേ എന്നുള്ള ഒരു നെഗറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ അതിനെ കളയുക. പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ബാലൻസ് കിട്ടാതെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആക്ഷൻസ് എടുത്ത് തുടങ്ങിക്കോളുക. ലൈഫിൽ ഒരു ഓർഡർ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫിനാൻഷ്യലി നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ഫ്ലോപ്പ് ആവുന്നുണ്ട്. നിങ്ങൾ ശേഖരിക്കുന്നതൊന്നും നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല. ഒരുപാട് സാലറി ഉണ്ട്, പക്ഷെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരു പിടുത്തം കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാലറി കുറവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഫിനാൻഷ്യലി വളരെയധികം ആഘോഷിച്ച് നടക്കുന്നുണ്ട്. ഇനി ആഘോഷിച്ചില്ലെങ്കിലും കയ്യിൽ നിൽക്കാത്തത് പോലെ ഓട്ടക്കൈയായിട്ടൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സേവിങ്സ് തുടങ്ങേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാകും. മേ ബി ഒരു ചക്ര ബ്ലോക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു കണ്ണേറൊക്കെ ആയിരിക്കും. അവൾക്ക് ഇത്ര സാലറി കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ എത്ര എൻജോയ് ചെയ്താൽ നടക്കുന്നത്, അവർക്ക് മീൻസ് മറ്റുള്ളവർ നിങ്ങളെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ലത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് ബാധിക്കുന്നുണ്ടാകുമായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഫിനാൻഷ്യലി മന്ത്രാസുകളൊക്കെ ഉണ്ടാകും, അങ്ങനത്തെയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കേൾക്കുക, അല്ലെങ്കിൽ അതൊരു 108 പ്രാവശ്യം ചൊല്ലുക, അഫർമേഷൻസ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഇവിടെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതുപോലെയാണ്. അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കുക. നൈറ്റ് ഓഫ് വാൻസ് ആണ്. ഒരു കിങ്ങിന്റെ എനർജിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. മീൻസ് നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. രാവിലെ എത്രയൊക്കെ നിങ്ങളുടെ ഒരു മൈൻഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്താലും രാത്രിയാകുമ്പോൾ, ഒരു ടൈം ആകുമ്പോൾ, രാത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ടൈം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ഭയങ്കരമായിട്ടും ലോ എനർജിയിലേക്ക് പോവാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു കിങ്ങിൻ്റെ എനർജിയിലേക്ക്, അതായത് ബാലൻസ് ചെയ്ത് സ്ട്രോങ് ആകേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇതൊക്കെ ചെയ്യണം. ഈ ഒരു സ്ട്രോങ് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ലൈഫിൽ ബാലൻസ് ആണ്. ബാലൻസ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, ആവശ്യമുള്ളത് മാത്രം റിലീസ് ചെയ്യുക, അല്ലാത്തതിനൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, സന്തോഷത്തിന് വേണ്ടിയിട്ട് വേറൊരാളടുത്ത് പറയുന്നത്, വേറൊരാളടുത്ത് ഓപ്ഷൻ ചോദിക്കുന്നത്, സക്സസിനെ ഷെയർ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാ സക്സസിനെയും ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ അത് ഒന്നും പറയാതിരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെയുള്ള ആളുകൾ, മീൻസ് ഷെയർ ചെയ്തേ പറ്റൂ, അത്രയും ഓപ്പൺ മൈൻഡഡ് ആണ്, വായിക്ക് കൺട്രോൾ കിട്ടില്ല, അത് ഉള്ള ആളെടുത്ത് പറഞ്ഞേ പറ്റൂ, അങ്ങനെ ഹൈഡ് ചെയ്യാനൊന്നും പറ്റില്ല, ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വയം കണ്ണാടി നോക്കി പറയുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യങ്ങളെ. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.